ഈ ജീവിക്കാൻ വേണ്ടിയുള്ള അവനവൻ്റെ സ്വത്തിന് വേണ്ടിയുള്ള സമരം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തെ വഞ്ചിച്ചുകൊണ്ട്, ഈ രാജ്യത്തെ ജനങ്ങളെ 2-3 തരമായി തിരിച്ചുകൊണ്ട് ഇടത് വലത് മുന്നണികൾ മുന്നോട്ട് പോകുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി അസന്നിഗ്ധമായ ഭാഷയിൽ അടിവരയിട്ട് പറയുന്നു, ഈ രാജ്യത്തെ ക്രിസ്തീയ സഹോദരങ്ങൾ, ഈ രാജ്യത്തെ ദേശീയ മുസൽമാന്മാർ ഈ രാജ്യത്തിൻ്റെ, ഈ ഭാരതമാതാവിൻ്റെ മക്കളാണ്. നമുക്കെല്ലാവർക്കും ഒരു നിയമമാണ്. ആ ഒരു നിയമത്തിന് വേണ്ടി എല്ലാവർക്കും ഒരേ തുല്യനീതിക്ക് വേണ്ടി പോരാടുന്ന പ്രസ്ഥാനമെന്ന നിലക്ക് ഭാരതീയ ജനതാ പാർട്ടി ഇടത് വലത് മുന്നണികളിലെ പൊള്ളത്തരം കള്ളത്തരം തുറന്നു കാട്ടിക്കൊണ്ട് ഇന്ന് എല്ലാ MP-മാരുടെയും വസതിയിലേക്ക് നടക്കുന്ന മാർച്ചിൻ്റെ ഭാഗമായിട്ടാണ് അങ്കമാലിയിലെ ഈ LF-ൻ്റെ ജംഗ്ഷനിൽ നിന്നും ഈ ജാഥ തുടങ്ങുന്നത്. നമ്മുടെ പാർലമെൻറ്റ് MP ശ്രീമാൻ ബെന്നി ബെഹനാൻ, ആ ബെന്നി ബെഹനാൻ ഈ നാട്ടുകാരനാണ്, പെരുമ്പാവൂർക്കാരനാണ്. പക്ഷേ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ഈ ബില്ലിനെതിരെ, ഈ ബില്ലിൻ്റെ ദോഷങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാൻ കോൺഗ്രസ്സുകാർ തയ്യാറല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഇന്ന് കേരളത്തിൽ അവരും നമ്മളും തുല്യരാണ്. CPM-ന് പാർലമെൻറ്റിലൊക്കെ ഒരു MP ഉണ്ട്, നമുക്കും ഒരു MP ഉണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ബില്ലിനെതിരെ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസ്സുകാരെയും തുറന്നു കാട്ടിക്കൊണ്ട് ഈ രാജ്യത്തെ ഒന്നായി നയിക്കാൻ, ഒന്നായി മുന്നോട്ട് പോകാൻ, നാടിൻ്റെ വികസനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് നയിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കേരള ജനതയുടെ മുഴുവൻ അഭിവാദ്യങ്ങളും ഇതോടൊപ്പം അർപ്പിക്കുന്നു. അതാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, ഒരു ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. ഈ സമയത്ത് ഈ നാടിൻ്റെ ദുഃഖങ്ങൾ, ഈ രാജ്യത്തെ പാവപ്പെട്ട മുസ്ലിങ്ങൾ, ഒട്ടേറെ മുസ്ലിങ്ങളുണ്ട്. വഖഫിൻ്റെ പേരിൽ ഈ രാജ്യത്ത് കോടികൾ അടിച്ചു മാറ്റി കള്ളക്കാരുടെയും കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ഒരേർപ്പാടായി മാറിക്കൊണ്ട് ഈ വഖഫ് ബോർഡ് മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്തെ നിത്യനിദാനത്തിന് വകയില്ലാത്ത പാവങ്ങൾക്ക് വേണ്ടി പെരുമാറുന്ന, പോരാടുന്ന ദേശീയ പാർട്ടി എന്ന നിലക്ക് ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന ഈ പ്രകടനത്തിലേക്ക്, ഈ സന്ദേശത്തിലേക്ക് എല്ലാവിധ ജനാധിപത്യ വിശ്വാസികളെയും ക്ഷണിച്ചുകൊണ്ട് ഇന്നത്തെ ഈ യാത്ര ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ജയ് നരേന്ദ്രമോദി, ജയ് ജയ് BJP. മുനമ്പത്തെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച ഇടത് വലത് മുന്നണികളുടെ MP-മാരുടെ ഓഫീസിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി എറണാകുളം നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാ അധ്യക്ഷൻ MA ബ്രഹ്മരാജ് നയിക്കുന്ന പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. ന്യൂനപക്ഷ മോർച്ചയുടെ നേതാക്കളായ ദേവച്ചൻ പടയാട്ടിൽ, ഏലിയാസ് തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു. നിയമ ഭേദഗതി വരുത്തിയ അധ്യക്ഷൻ ശ്രീ MA ബ്രഹ്മരാജ് നയിക്കുന്ന പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. BJP!
സമരത്തിന്റെ രൂപം മാറും, സമരത്തിന്റെ ഭാവം മാറും. ആരിത് പറയുന്നറിയാമോ? ബിജെപിയാ പറയുന്നേ. MP-മാരുടെ വസതിയിലേക്കും ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകരും ന്യൂനപക്ഷ മോർച്ച നേതാക്കന്മാരും കൂടി ഇത്തരം മാർച്ചുകൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വഖഫ് ബോർഡിൻ്റെ നിയമം ഇതിനു മുമ്പ് പല പ്രാവശ്യവും ഭേദഗതി ചെയ്തു. UPA ഭരിക്കുമ്പോൾ അനിയന്ത്രിതമായി സർക്കാരിന് പോലും നിയന്ത്രിക്കാൻ പറ്റാതെ വേണ്ടി വന്നാൽ ഇന്ത്യൻ പാർലമെൻറ്റ് പോലും വഖഫ് ബോർഡിൻ്റെ കീഴിൽ വരുന്ന രീതിയിലേക്ക് അനിയന്ത്രിതമായി UPA സർക്കാർ ഈ ഭേദഗതി കൊണ്ടുവന്നതാണ് ഇന്ന് കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഒരു വലിയ ജനത അഭിമുഖീകരിക്കുന്ന വിഷയം. മുനമ്പത്ത് കഴിഞ്ഞ 2 മാസക്കാലമായി ജനങ്ങൾ സമരം ചെയ്യുന്നു. VD സതീശനും KC വേണുഗോപാലും ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും മുനമ്പൻ നിവാസികളോട് പറഞ്ഞത് നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കുമെന്നാണ്. പക്ഷേ അത് പരിഹരിക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഒരു ബില്ല് കൊണ്ടുവന്നപ്പോൾ ആ ബില്ലിനെ എതിർത്തുകൊണ്ട് ഇന്ന് മണിക്കൂറുകളോളം സംസാരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രിയും സഹമന്ത്രി കിരൺ റിജിജുവും പറഞ്ഞു സമയം കഴിഞ്ഞിട്ടും ആരുടെയും മൈക്ക് ഓഫ് ചെയ്തില്ല. സ്പീക്കർ പറഞ്ഞു 8 മണിക്കൂറാണ് ഈ ബില്ല് ചർച്ച ചെയ്യാൻ അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ 8 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അവസാനം കിരൺ റിജിജു പറഞ്ഞു ഇന്ന് രാത്രി മുഴുവൻ നിങ്ങൾ ചർച്ച ചെയ്തോളൂ, ബില്ല് നാളെ പാസ്സാക്കിയാലും മതി. NDA സർക്കാരിന് ബില്ല് ഇന്ന് തന്നെ പാസ്സാക്കണമെന്ന് നിർബന്ധമില്ല. ഈ ബില്ല് നാളെ പാസ്സാക്കാനും തയ്യാറാണ്. നിങ്ങൾ പറയുന്നത് മുഴുവൻ കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ സർക്കാർ പറയുന്നത് കേൾക്കാൻ നിങ്ങളും തയ്യാറാവണം. ഇന്ന് രാവിലെ മുതൽ TV ശ്രദ്ധിച്ചവർക്കറിയാം, NK പ്രേമേന്ദ്രൻ ഉൾപ്പെടെ KC വേണുഗോപാൽ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കന്മാർ അതിനിശിതമായി വിവേചിച്ച് BJPയെയും നരേന്ദ്രമോദിയെയും വിമർശിച്ചപ്പോൾ ഭരണപക്ഷത്തു നിന്ന് ഒരു തടസ്സവും ഉണ്ടായില്ല. പക്ഷേ കിരൺ റിജിജു പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ മുതൽ എല്ലാ പ്രതിപക്ഷ MP-മാരും CPM-കാരും കോൺഗ്രസ്സുകാരും കിണ്ടി മുന്നണിയും എല്ലാം തന്നെ നമ്മൾ കണ്ടു. ഒരു നിമിഷം പോലും കിരൺ റിജിജു പറയുന്നത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. ഇത് ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റി JPC ആണ്. എല്ലാ പ്രവർത്തകർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മധുരപലഹാര വിതരണം ചെയ്യും. നിങ്ങൾ കണ്ടു, വേലാഞ്ചേട്ടൻ സൂചിപ്പിച്ചു എത്രയും മുസ്ലിം സഹോദരന്മാരാണ് ഇന്ന് പാർലമെന്റിന് മുമ്പിൽ ലഡു വിതരണം ചെയ്തത്, മധുരപലഹാരം വിതരണം ചെയ്തത്. മുത്തലാഖ് ബില്ല് നടപ്പിലാക്കിയപ്പോൾ എന്തായിരുന്നു ഇവിടെ പറഞ്ഞത്? എത്രയോ മുസ്ലിം സഹോദരന്മാര് BJPയോടൊപ്പം നിന്നു. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ദേശസ്നേഹികളായ മുസ്ലിം സഹോദരന്മാരും BJPയെ പിന്തുണയ്ക്കുന്നതിന് ഉറപ്പുണ്ട്. ഇവിടെ തടഞ്ഞ ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കേരളത്തിലെ 19 MP-മാരുടെയും വീടുകളിലേക്ക് ഇന്ന് രാവിലെ മുതൽ പാർട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള ഈ മാർച്ച് നടന്നു. ഇനി അങ്കമാലി മണ്ഡലത്തിൽ വെച്ച് ബഹുമാന്യനായിട്ടുള്ള ശ്രീ MLA-യുടെ വീട്ടിലേക്ക് ഞങ്ങൾ നടത്തിവന്ന ഈ മാർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ഇവിടെ സംസാരിച്ചു. ഈ നിയമത്തെ ഈ കേരളത്തിലെ ജനങ്ങൾ മുഴുവനും ഈ 8 മണിക്കൂറിന് ശേഷം ഈ കേരള ജനത കാത്തിരിക്കുന്നത് ഈ ബില്ല് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്, ഇത് നടപ്പിലാക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് ഇരിക്കുന്നത്. നമ്മളിവിടെ കടന്നു വന്നപ്പോൾ കണ്ടു, ഒരു പള്ളിയുടെ മുന്നിൽ നിന്നാണ് നമ്മളിത് ആരംഭിച്ചത്. ഇവിടെ കേരളത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വഖഫിനെതിരെ വഖഫ് നിയമം കൊണ്ടുവന്നാൽ ഇവിടെ മുസ്ലിം പ്രീണനം നടപ്പിലാക്കുമെന്ന് ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ഇടതു വലതു മുന്നണി സർക്കാർ ഒന്നിച്ചിരുന്നുകൊണ്ട് ഇന്ന് പാർലമെന്റിൽ ഇവർ നടത്തിയിട്ടുള്ള ചർച്ചകളും വിവാദങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ്. ഈ ബില്ല് തുടക്കത്തിൽ പാസ്സാവാൻ
ഇത് പ്രമേയം അവതരിപ്പിക്കുന്ന സമയത്ത് ബഹുമാന്യനായിട്ടുള്ള ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇവിടത്തെ ഇടതു വലതു വിഭാഗങ്ങളിൽപ്പെട്ട ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അതിൽ മുസ്ലിം സഹോദരങ്ങളുണ്ട്. ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളോട് പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾക്ക് സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം ആ വാക്ക് എടുത്തു പറഞ്ഞു പാർലമെന്റിൽ. നിങ്ങൾ ഈ ബില്ലിനെ അനുകൂലിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനർത്ഥം മുഴുവൻ ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ ബില്ലിന്റെ പേരിൽ രാജ്യത്തെ നശിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അത് കണ്ണുകെട്ടി നോക്കിയിരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല. 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചർച്ചയിൽ ഓരോ വിഷയങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് അത് ചർച്ച ചെയ്ത് അത് 8 മണിക്ക് വോട്ടെടുപ്പിന് വരുമ്പോൾ എതിർക്കുമെന്നാണ് ഇവിടുത്തെ ഇന്ത്യ മുന്നണി പറയുന്നത്. ഇവരെതിർക്കുന്നതിന്റെ കാരണം എന്താണ്? ഇപ്പോ എല്ലാ രീതിയിലും സോഷ്യൽ മീഡിയ മാധ്യമപ്രവർത്തകരും എല്ലാവരും ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ബില്ല് നടപ്പിലാക്കും. ഇത് കേന്ദ്ര സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തിലെ മുഴുവൻ ആളുകൾക്കും, സമസ്ത വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്കും, അത് ന്യൂനപക്ഷമെന്നോ പട്ടികജാതിയെന്നോ സാധാരണക്കാരെന്നോ ഒരു വിവേചനവുമില്ലാതെ ഏകമായിട്ടൊരു തീരുമാനം എടുത്തുകൊണ്ട് അത് എല്ലാവർക്കും പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ കൊണ്ടുവരാൻ കഴിവുള്ള സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. പക്ഷെ ഞങ്ങളിവിടെ ഒരു ആക്രമണത്തിന് മുതിർന്നോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ടാക്കാമെന്ന് കരുതി വന്നതൊന്നുമല്ല. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നമ്മളെ തടഞ്ഞു. ഇത് പതിവാണ്. ഇത് പ്രസംഗിച്ചിറങ്ങുമ്പോൾ തന്നെ ഇതിന്റെ മുന്നിലില്ലാത്ത പലരുടെയും പേര് കേസിൽ വരും. എംപിയുടെ വീട്ടിലേക്ക് നടത്തിയ മാർച്ചിൽ നാളെ നമ്മുടെയൊക്കെ പേരിൽ കേസ് വരും. പക്ഷേ ഞങ്ങൾ പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടി എന്ന ഒരു പ്രസ്ഥാനത്തിന്റെ കുടക്കീഴിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഇനി നാട്ടിലെ ആളുകൾക്ക് വേണ്ടി ഇവിടെ വരാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ഞങ്ങളുടെ സർക്കാർ, ഞങ്ങളുടെ കേന്ദ്ര സർക്കാർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് രാജ്യമാദ്യം, നിങ്ങളുടെ പ്രദേശം, നിങ്ങളുടെ സംസ്ഥാനം, നിങ്ങൾ എവിടെയാണോ ജീവിക്കുന്നത് അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളണം എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് വഖഫിന്റെ മുഴുവൻ കാര്യങ്ങളിലേക്കും ഒന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഒന്ന് മനസ്സിലാക്കണം, ഇവിടെ ഈ ഒരു നിയമം കൊണ്ടുവന്നാൽ ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾക്ക് എന്താ സംഭവിക്കണേ? ഇവിടുത്തെ മുസ്ലിം കുടുംബങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഇവിടുത്തെ പള്ളി നശിപ്പിക്കും, എന്തൊക്കെയാണ് പറയുന്നത്. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അതിന് കൂട്ടു നിൽക്കുന്നു. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തമായി തന്നെ പറയുന്നു, ഈ ബില്ല് നാളെ പാസ്സാക്കപ്പെടും. 19 എംപിമാർ എതിർത്താലും അവിടെ ഒന്നും നടന്നില്ലെങ്കിലും കേരളത്തിന്റെ ഒരൊറ്റ എംപി മതി ഈ ബില്ല് പാസ്സാക്കി നാളെ ജനങ്ങളുടെ മുന്നിൽ ഇത് അവതരിപ്പിക്കുന്നതിന് എന്ന് മാത്രം പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഒപ്പം നമ്മുടെ മന്ത്രി ജോർജ് കുര്യൻ, അദ്ദേഹം അവിടെയുണ്ട്. കുറച്ചു മുമ്പേ തന്നെ വളരെ വിശദമായി ഈ നടക്കുന്ന ചർച്ചയെ കുറിച്ച് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളെ അറിയിച്ചു. ഇപ്പോ സിനിമയുടെ വിഷയം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടെങ്കിലും വരാൻ പോകുന്ന 8 മണിക്കൂർ അത് നിർണായകമാണ്. ഈ ഇന്ത്യ മുന്നണിയുടെ മുന്നിൽ വെല്ലുവിളിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി അടിയുറച്ചു പറയുന്നു, ഈ സമരം ഇന്നിവിടെ വിജയിച്ചതായിട്ട് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. കാരണം നാളെ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വരുന്നത് ഈ ബില്ല് പാസ്സാക്കിക്കൊണ്ടായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. ചരിത്രത്തിൽ നിർണായകമായ ഒരു സംഭവം നടക്കുന്നു. വഖഫ് നിയമം എന്ന പേരിൽ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആ കിരാത നിയമത്തെ ഭേദഗതി ചെയ്യുവാനുള്ള വലിയൊരു ബില്ല് ഇന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ മുനമ്പൻ ജനത സമരം തുടങ്ങിയിട്ട് ഇന്നേക്ക് 172 ദിവസമായിരിക്കുക. പാവപ്പെട്ട അരവിഭാഗത്തിൽപ്പെട്ട മീൻപിടുത്തക്കാരായ ബഹുമാന്യരായ സഹോദരങ്ങൾ അവരുടെ കൂലിയും വേലയും ഒക്കെ കഴിഞ്ഞ് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടക്കിക്കൊണ്ട് അവരുടെ വീട് നഷ്ടപ്പെടാതിരിക്കാൻ തെരുവിലിറങ്ങിയിട്ട് 172 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഈ 172ാം ദിവസം ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച അവരുടെ അടുത്ത് ചെന്നുകൊണ്ട് നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ ഇവിടുത്തെ കോൺഗ്രസിന്റെ എംപിമാരും അതോടൊപ്പം തന്നെ LDFന്റെ എംപിമാരടക്കമുള്ള മുഖ്യമന്ത്രിയടക്കമുള്ള നേതാക്കൾ അവരെ ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ കളിയാക്കിയവർ ഇന്ന് അവർക്ക് വേണ്ടി സംസാരിക്കേണ്ട പാർലമെന്റിൽ ചെന്നപ്പോൾ ഈ ബില്ലിനെതിരെ വലിയ ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ KCBC വെറ്ററൻ സംഘം ഇവിടെയുള്ള സാധാരണക്കാരെ സംരക്ഷിക്കുവാൻ വേണ്ടി നിങ്ങൾ ഈ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന് അവർ താക്കീത് ചെയ്തെങ്കിലും
ഇവിടുത്തെ പൗരപ്രമുഖരെല്ലാം താക്കീത് ചെയ്തെങ്കിലും അതിലൊക്കെ മറികടന്നുകൊണ്ട് ക്രിസ്തീയ വിഭാഗത്തിന്റെ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വോട്ട് മേടിച്ച് ജയിച്ച ശ്രീ ബെന്നി ബെഹനാൻ അടക്കമുള്ള 19 എംപിമാരും ഈ ബില്ലിനെതിരെ ആവശ്യം ഉയർത്തുകയാണ്. അടുത്ത 8 മണിക്കൂറിനുള്ളിൽ അതിന് ചർച്ച പൂർത്തിയാകും. തീർച്ചയായിട്ടും അത് നടപ്പിലാക്കുവാനുള്ള ആർജവമുള്ള ഒരു ഭരണകൂടം നമുക്കുള്ളത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭരിക്കുന്ന ഭരണകൂടം ഇത് നടപ്പാക്കുക തന്നെ ചെയ്യും. ഇവിടെ വഖഫ് നിയമത്തിന്റെ പേരിൽ ആരുടെയും ഭൂമി പോകാൻ ഇന്ത്യ മഹാരാജ്യത്ത് ഇനി അനുവദിക്കുകയില്ല. അത് തീർച്ചയാണ് എന്ന ദൃഢനിശ്ചയത്തോടു കൂടി ബഹുമാനപ്പെട്ട നമ്മുടെ നരേന്ദ്രമോദി തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അതിനോട് സഹകരിക്കുന്ന വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട വിവിധ പാർട്ടികളിൽപ്പെട്ട പ്രവർത്തകരൊക്കെ സഹകരിക്കുമെങ്കിൽ അത് നടപ്പിലാക്കുവാനുള്ള ആർജവം ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്, നമ്മുടെ പ്രധാനമന്ത്രിക്കുണ്ട്. കേരളത്തിൽ മാത്രമില്ല, ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനുവേണ്ടി ഇതിന്റെ ഫലങ്ങൾ അനുവദിക്കുന്ന അനേകായിരങ്ങളുണ്ട്. ഈ ആയിരങ്ങളുടെ ദുഃഖമകറ്റുവാൻ, അവരുടെ കണ്ണീരൊപ്പുവാൻ, സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന, ജാതി മതവ്യത്യാസമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ വിഭാഗത്തിന്റെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ ജനനന്മയ്ക്കായാണ്. അതിൻ്റെ ഇടയിൽ ഇവിടെ ഏത് രീതിയിലുള്ള പ്രവർത്തനം വന്നാലും, ജനങ്ങൾക്ക് ദോഷകരമായ പ്രവർത്തനം വന്നാലും അതിനെ നേരിടുവാനുള്ള ഇച്ഛാശക്തി ഈ ഗവൺമെന്റിനുണ്ട്. അതിനെ അട്ടിമറിക്കുവാൻ ഇന്ത്യ മുന്നണിയല്ല, ഇവിടെ ഒരു മുന്നണിക്ക് സാധിക്കുകയില്ല. അത് ഒരു കാലത്തും നടപ്പാവുകയുമില്ല. അതിന് യാതൊരു സംശയവുമില്ല. കേരളത്തിലും വലിയ മാറ്റങ്ങൾ വരുന്നു. ക്രിസ്ത്യാനി അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ അവരുടെ മിത്രന്മാരോട് വൈദികരൊക്കെ നമ്മളോടൊപ്പം ചേർന്നുകൊണ്ട് വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ പോവുകയാണ്. ഒത്തിരി ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർ പരിപാടിയിൽ ഏറ്റവും കൂടുതലധികം പങ്കെടുക്കുകയും ഇവിടെ വന്നിട്ടുള്ള പലരും അതിന് പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പങ്കെടുക്കുകയും ഇതിനെക്കുറിച്ച് പഠിക്കുകയും നമ്മൾ ഇതിനുവേണ്ടി ഓരോ കാര്യങ്ങൾ നീക്കുന്നതിന് ഷോൺജിയായിട്ടും അനുവിജയായിട്ടും എല്ലാവരായിട്ടും സംസാരിക്കുകയും അവൻ ജോസഫ് ആയിട്ട് സംസാരിച്ച് ഇത്തരം വരെ ഇവിടെ എത്തി. നമ്മുടെ ഈ വഖഫ് നിയമ ഭേദഗതി